US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 50% ഇറക്കുമതി തീരുവ അടിച്ചേൽപ്പിച്ചിട്ടും ഇന്ത്യയുടെ GDP മുന്നേറ്റത്തിന് കോട്ടം തട്ടിയില്ലെന്ന് വിവിധ ധനകാര്യ ഗവേഷണ ഏജൻസികളുടെ റിപ്പോർട്ട്. ലോകത്തെ ഏറ്റവും വേഗം വളരുന്ന വലിയ സമ്പദ്വ്യവസ്ഥ എന്ന പട്ടം ഇന്ത്യ തന്നെ നിലനിർത്തുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. റിസർവ് ബാങ്ക് വിലയിരുത്തുന്ന 7% മുകളിലാണ് മിക്ക ഏജൻസികളുടെയും പ്രവചനം. കഴിഞ്ഞ ഓഗസ്റ്റ് മുതലാണ് ട്രംപ് പ്രഖ്യാപിച്ച 50% തീരുവ ഇന്ത്യക്ക് ബാധകമായത്. കയറ്റുമതി മേഖല ഉലഞ്ഞെങ്കിലും ശക്തമായ ആഭ്യന്തര വിപണിയുടെ കരുത്തിൽ ഇന്ത്യ വീഴാതെ പിടിച്ചുനിന്നുവെന്ന് മിക്ക ഏജൻസികളും അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയും US-ഉം തമ്മിലെ വ്യാപാര കരാർ ചർച്ചകൾ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. തീരുവ ഭാരം ട്രംപ് 50-ൽ നിന്ന് 10 മുതൽ 17%-ലേക്ക് ഇറക്കി വയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ. ഇത് വരും പാദങ്ങളിൽ വലിയ കുതിപ്പാകും ഇന്ത്യക്ക് നൽകുക. കയറ്റുമതി മേഖല തിരിച്ചു കയറും. ചൈനയും ബംഗ്ലാദേശും വിയറ്റ്നാമും ഫിലിപ്പീൻസും കംബോഡിയയുമൊക്കെ ഉൾപ്പെടെയുള്ള എതിരാളികളെക്കാൾ കയറ്റുമതിയിൽ കുതിപ്പ് നേടാൻ ഇന്ത്യക്ക് തീരുവ വെട്ടിക്കുറയുന്നതോടെ കഴിയും. 2025-ന് സമാപനമാകും മുൻപേ വ്യാപാര കരാർ പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്നാണ് സൂചനകൾ. US-ന് പുറമെ യൂറോപ്യൻ യൂണിയൻ, ന്യൂസിലൻഡ് തുടങ്ങിയവയുമായും ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ ഉടനുണ്ടാകുമെന്നത് ഇരട്ടി മധുരവുമാകും. US-ൽ ഉപഭോക്തൃ സംതൃപ്തി നവംബറിലും മോശം അവസ്ഥയിലായത് പലിശ കുറയ്ക്കാനുള്ള സാധ്യത ശക്തമാക്കിയിട്ടുണ്ട്. നവംബറിൽ 88.7% കൺസ്യൂമർ കോൺഫിഡൻസ് ഇൻഡെക്സ്. ഏപ്രിലിന് ശേഷമുള്ള രണ്ടാമത്തെ മോശം നിരക്കാണിത്. ഈ സാഹചര്യത്തിൽ അമേരിക്കയിൽ ഡിസംബറിലെ പണനയ പ്രഖ്യാപനത്തിൽ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത 40-ൽ നിന്ന് 80%-ലേക്ക് കുതിച്ചു കയറിയിട്ടുണ്ട്. കൂടാതെ ട്രംപുമായി മാസങ്ങളായി അഭിപ്രായ ഭിന്നതയിലുള്ള US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പകരക്കാരനായി വൈറ്റ് ഹൌസ് നാഷണൽ എക്കണോമിക് കൗൺസിൽ ഡയറക്ടർ കെവിൻ ഹാസറ്റ് എത്തിയേക്കും. ഇക്കാര്യം സ്ഥിരീകരിച്ച ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ക്രിസ്മസിന് മുൻപ് ട്രംപ് പ്രഖ്യാപനം നടത്തുമെന്നും പറഞ്ഞു. മെയ്യിലാണ് പവലിന്റെ പ്രവർത്തന കാലാവധി തീരുന്നത്. ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ മുൻകാലങ്ങളിൽ പവൽ തയ്യാറായിരുന്നില്ല. ഇതിൽ പ്രകോപിതനായ ട്രംപ് പരസ്യമായി പവലിനെ പലവട്ടം അധിക്ഷേപിക്കുകയും ചെയ്തിരുന്നു. US ഫെഡിൽ തന്റെ വിശ്വസ്തനെത്തുന്നത് ട്രംപിനും ജനങ്ങൾക്കും നേട്ടമാകും. പലിശ നിരക്ക് കുറയ്ക്കണമെന്ന വാദമുയർത്തുന്നയാളാണ് കെവിനും. അമേരിക്ക പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും AI പേടി മാറിയതും ഏഷ്യൻ, യൂറോപ്യൻ വിപണികൾക്ക് ആശ്വാസമായിട്ടുണ്ട്. ഇന്ത്യൻ വിപണികളെയും ഈ നേട്ടം സ്വാധീനിക്കും. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ പതിവ് ട്രെൻഡിന് വിരുദ്ധമായി 785 കോടി രൂപയുടെ ഇന്ത്യൻ ഓഹരികൾ വാങ്ങി. ഏറെക്കാലമായി ഇന്ത്യൻ ഓഹരികൾ വിറ്റൊഴിഞ്ഞു വരുന്നതായിരുന്നു മനോഭാവം. US-ൽ പലിശ നിരക്ക് കുറയുന്നത് ഇന്ത്യൻ മൂലധന വിപണിയിലേക്ക് കൂടുതൽ പണമൊഴുക്കാൻ ഇവരെ പ്രേരിപ്പിച്ചേക്കും. ഇത് രൂപയ്ക്കും കരുത്താവും. പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത ശക്തമായത് ഡോളറിനും US ബോണ്ടിനും ക്ഷീണമായി. യൂറോ, യെൻ, പൗണ്ട് തുടങ്ങി ലോകത്തെ 6 പ്രധാന കറൻസികൾക്കെതിരായ US ഡോളർ ഇൻഡെക്സ് 100-ന് മുകളിൽ നിന്ന് 99-ലേക്ക് താഴ്ന്നു. 10 വർഷ US ട്രഷറി ഈൽഡ് 4.13%-ൽ നിന്ന് 4.01%-ലേക്കും കുറഞ്ഞു. അതേസമയം ഡിസംബറിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയുകയാണെങ്കിൽ US ട്രഷറി ഈൽഡ്, ബാങ്ക് നിക്ഷേപം എന്നിവ അനാകർഷകമാകും. ഇവയിലേക്കുള്ള നിക്ഷേപം കുറയുന്നത് ഡോളറിനെയും തളർത്തും. ഇത് ഗോൾഡ് ETF പോലുള്ള നിക്ഷേപ പദ്ധതികളിലേക്ക് ചുവടുമാറ്റാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കും. അതോടൊപ്പം സ്വർണ്ണവിലയും കുത്തനെ കൂടും. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.